ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്യൂആർട്ട് ബൈ റിനു. അപ്പോൾ ഇന്ന് എനിക്കൊരു ഹെന്ന വർക്ക് വന്നിട്ടുണ്ട്. എൻ്റെ കസ്റ്റമർ തന്നെയാണ്. അപ്പോൾ ആൾക്കൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ആൾക്കും കുറച്ച് കസിൻസും ഉണ്ടാവും. അവർക്ക് ഹെന്നറിനെന്നാണ് പറഞ്ഞത്. അപ്പോൾ എപ്പോഴും വീട്ടിലേക്കാണ് വിളിക്കൽ. അപ്പോൾ ഇന്ന് ലൊക്കേഷൻ അയച്ചു തന്നിരിക്കുന്നത് അവരുടെ ഫാം ഹൗസിലേക്കാണ്. അപ്പോൾ നമ്മളെ ലൊക്കേഷൻ വരുന്നത് ഷഹാനിയയിലാണ്. അപ്പോൾ ഞങ്ങളുടെ റൂമിൽ നിന്ന് ഒരു 1 ഹവറിൻ്റെ അടുത്ത് വരുന്നുണ്ട് ടൈം. അപ്പോൾ നമ്മളവിടെ എത്തി. അവിടെ ഫസ്റ്റ് തന്നെ കുറേ കുതിരകളും അതുപോലെ തന്നെ ഒരു നെറ്റ് അടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ലവ് ബേഡ്സ്, അതുപോലെ തന്നെ കോക്ടെയിൽ, അങ്ങനത്തെ ഒരുപാട് കിളികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മയിൽ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊരു ഫാം ഹൗസിൽ ഒരു ഏർമാടം പോലെ ഒരു കുറച്ച് മേലക്കായിട്ടാണ് ഒരു റൂം വരുന്നത്. അപ്പോൾ അവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ഹെന്ന ഇട്ടത്. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഫാം ഹൗസിൽ പോയിട്ട് ഹെന്ന ഇടുന്നത്. ഈ കസ്റ്റമർ വിളിക്കുമ്പോൾ അവരുടെ വീട്ടിലേക്കാണ് പോകൽ. അതോടെ അടുത്ത് തന്നെയാണ്, ഗറാഫയിലാണ് വരുന്നത് പ്ലേസ് വരുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഫാം ഹൗസിൽ പോകുന്നത്. നല്ല രസമായിരുന്നു. അപ്പോൾ ഹെന്ന നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ടോട്ടൽ 5 പേർക്കാണ് ഹെന്ന ഇടാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഇട്ടതാണ് എൻ്റെ കസ്റ്റമറാണ്. ആളെ പേരാണ് ഐഷ. അപ്പോൾ ആൾക്ക് തന്നെ ഫസ്റ്റ് ഇട്ട് കൊടുത്തു. അപ്പോൾ ആൾക്ക് പൊരടീമിലും വേണം, അതുപോലെ തന്നെ കൈൻ്റെ ഉള്ളിലും വേണം എന്ന് പറഞ്ഞു. അപ്പോൾ മൊബൈൽ ഡിസൈനാണല്ലോ തന്നത്. അപ്പോൾ അതേ സെയിം തന്നെയാണ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഹെന്നാക്കോണൊക്കെ പിന്നെ കസ്റ്റമർ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആഫ്റ്റർ കെയർ ഓയിൽ അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഹെന്ന ഇട്ട് കഴിഞ്ഞിട്ട് അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ യൂസ് ചെയ്യണ ഒരു ഓയിലാണ്. ഹെന്ന കുറച്ചും കൂടി ഡാർക്ക് കളറാവാൻ വേണ്ടിയിട്ട് നല്ലതാണത്. അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 കൈൻ്റെ പുറടിമത്ത് ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇനി കൈൻ്റെ അടിയിലിടണം. അതും മൊബൈൽ ഡിസൈൻ തന്നെയാണ് തന്നിരിക്കുന്നത്. പിന്നെ ഈ കസ്റ്റമറുടെ അടുത്ത് നമ്മൾ പ്രൊഡക്റ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ നമ്മൾ ഇൻസ്റ്റയിലുണ്ടോ ചോദിച്ചു. എൻ്റെ ഇൻസ്റ്റാഗ്രാമൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അവർക്ക് നാച്ചുറലായിട്ടുള്ള ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ അവർ പാക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ കസ്റ്റമർ ഇട്ട് കഴിഞ്ഞ് പിന്നെ അവർ നമുക്ക് ഫുഡൊക്കെ തന്ന്. ഫുഡ് 2 തരം പുഡിങ് ഉണ്ടായിരുന്നു, പിന്നെ ജ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ മിൽക്ക്, അതുപോലെ ഫ്രൂട്ട്സ്, പിന്നെ വേറെ എന്തോ ഒരു കടല വെച്ചിട്ട് എന്തൊക്കെയോ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ മജബൂസ് ഉണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് അടുത്ത ആൾക്ക് ഇട്ട് തുടങ്ങി. അടുത്ത ആൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കസ്റ്റമറുടെ മോളാണ്. അപ്പോൾ ആൾക്ക് ഇന്ത്യൻ ഡിസൈൻ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആളും ഇതുപോലെ മൊബൈൽ ഡിസൈൻ തന്നെയാണ് തന്നത്. അപ്പോൾ അത് നമ്മൾ അതേപോലെ തന്നെയാണ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കണേ. ഇവിടെ ഖത്തറികൾ ഇന്ത്യൻ ഡിസൈൻ അങ്ങനെ ഇടാറില്ല. കുറച്ച് അപൂർവം കുറച്ച് പേരാണ് ഇന്ത്യൻ ഡിസൈൻ പറയൽ. പിന്നെ ഫുള്ള് ഹിന്ദി കലേജ് അങ്ങനത്തെ ഡിസൈൻസാണ് അവർ ചൂസ് ചെയ്യാൽ. ഇപ്പോൾ ഇവിടുത്തെ ഡിസൈനൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ നാട്ടിൽ പോയിട്ട് ഇന്ത്യൻ ഡിസൈൻ ഇടുമ്പോൾ ഭയങ്കര മടിയാണ്. ഫുൾ കവറിങ് ഉള്ള ഡിസൈൻസൊക്കെ ഇടുമ്പോൾ. ഇവിടുത്തെ ഡിസൈൻസൊക്കെ ഇട്ടിട്ട് ഇവിടെ പിന്നെ അവർ അധികം ഫുള്ള് നിറച്ചിടില്ലല്ലോ. സിമ്പിളായിട്ടുള്ളത് തന്നെ കൈ നിറച്ച് അങ്ങനെയാണ് ഇവർ ഇടൽ. നമ്മളവിടെ നാട്ടിൽ ഫുള്ള് കവറിങ് ആണല്ലോ. തെരി സ്പേസ് പോലും കാണണ്ട, അങ്ങനെ ഫുള്ള് കവർ ചെയ്തിട്ടല്ലേ നമ്മുടെ നാട്ടിലൊക്കെ ഇടാം. അപ്പോൾ ഇവിടെ വന്നിട്ട് മുന്നേ നാട്ടിലുള്ള സമയത്ത് അങ്ങനെ കിട്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ഇവിടെ വന്ന് ഇവിടുത്തെ ഡിസൈനൊക്കെ ഇട്ടിട്ടിട്ട് ഇപ്പോൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഈ ചില ബ്രൈഡ്സിനൊക്കെ ഇന്ത്യൻ ഡിസൈൻ പറയുമല്ലോ. അപ്പോൾ അതിടുമ്പോൾ ഭയങ്കര മടിയാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഇയാളുടേത് ഇട്ട് കഴിയാറായിട്ടുണ്ട്. ഇയാൾ കൈയുടെ പുറടിമ മാത്രം മതി എന്നാണ് പറഞ്ഞത്. കൈൻ്റെ ഉള്ളിലൊന്നും വേണ്ട, കൈൻ്റെ പുറടിമ മാത്രം ഉള്ള ഡിസൈനാണ് തന്നിരിക്കുന്നത്. അങ്ങനെ ഇയാൾ ഇട്ട് കഴിഞ്ഞു. അടുത്തത് ഇവരുടെ ഈ കസ്റ്റമറുടെ ഒരു കസിൻ ഉണ്ട്, ആൾക്കാണ് അടുത്തിടുന്നത്. അത് മൊബൈൽ ഡിസൈൻ തന്നെയാണ്. ആൾ ഈ പിക്ചർ ഇതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതേ സെയിം തന്നെ ഇടാൻ പറഞ്ഞിട്ട് നമ്മൾ 2 കൈയിലും അതേ സെയിം ഡിസൈൻ തന്നെ 2 കൈയിലും ഇട്ട് കൊടുത്തു. ഈ കസ്റ്റമറുടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വീഡിയോ എടുക്കുമ്പോൾ ടൈമും പോവാണല്ലോ. ഇപ്പോൾ തന്നെ ടൈം 2 മണി ആവാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരാളും കൂടി ഉണ്ട്. അത് പിന്നെ സിമ്പിൾ ഡിസൈനാണെന്നാണ് പറഞ്ഞത്. ആൾക്ക് നല്ല സിമ്പിൾ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കസ്റ്റമർക്ക് ചെറിയ സിമ്പിളായിട്ടുള്ള ഇന്ത്യൻ ഡിസൈൻ തന്നെയാണ് ഗമ്മ, അതായത് കൊട്ട ഇട്ടു. നമ്മുടെ നാട്ടിൽ കൊട്ടാന്നാണ് പറയുക, ഇവർ ഗമ്മ എന്നാണ് പറയുക. അതും ഇട്ടുകൊടുത്തു. പിന്നെ വേറെ കസ്റ്റമർക്ക് ഇതുപോലെ ഫ്ലവർ വെച്ചിട്ടുള്ളൊരു ഡിസൈൻ, മൊബൈൽ ഡിസൈൻ തന്നെയായിരുന്നു. അങ്ങനെ ആ മൊബൈൽ ഡിസൈൻ ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മൾ ഇന്നത്തെ വർക്ക് കഴിഞ്ഞു. ഞങ്ങളവിടെ നിന്ന് വരുമ്പോൾ കുറേ ചോക്ലേറ്റൊക്കെ തന്നവർ. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 2:15 ആയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഒരു 3 മണി ഒക്കെ ആവുമായിരിക്കും വീട്ടിലെത്തുമ്പോൾ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.